അരുൺ ഡോർ വലിച്ചടച്ചു വണ്ടി മുന്നോട്ടേക്കെടുത്തു. പുറകെ ബൈക്ക് സ്റ്റാർട്ടാക്കി അയാൾ ഇപ്പോൾ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നത്തേക്കാൾ ഇരട്ടി വേഗത ഇപ്പോൾ പുറകെ വരുന്ന ബൈക്കിനുണ്ടെന്ന് അരുണിന് തോന്നി. പക്ഷേ അപ്പോഴാണ് അരുൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അരുണിൻ്റെ വണ്ടി ഓണല്ല. വണ്ടിയുടെ മീറ്റർ പോലും ഇരുട്ടിലാണ്. നേരത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ താക്കോലെടുത്ത് കയ്യിൽ വെച്ചിരുന്നു. ആക്സിഡൻ്റ് ആയ ആൾ ഇനി എങ്ങാനും എഴുന്നേറ്റ് പുറകിൽ കൂടി വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാലോ എന്ന് കരുതി അരുണിൻ്റെ കൈ കൊണ്ട് പതിയെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ പിടിച്ചു നോക്കി. താക്കോൽ അവിടെ തന്നെയുണ്ട്. ഓഫായിരുന്നിട്ട് കൂടി വണ്ടി ഓണായിരിക്കുന്നത് പോലെ തന്നെ വണ്ടി പെരുമാറുന്നു. ഇഞ്ചിൻ്റെ ശബ്ദം വരെ വ്യക്തമായി കേൾക്കാനുണ്ട്. പെട്ടെന്ന് ബാക്കിൽ നിന്നും ഹോണടി ശബ്ദം. അരുൺ ഞെട്ടി പുറകിലേക്ക് നോക്കി. അതെ, ആ ബൈക്ക് തന്നെയാണ് ഹോണടിച്ചിരിക്കുന്നത്. മിററിലൂടെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന അരുണിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ലൈറ്റ് അടിച്ചു. അവൻ കണ്ണുകൾ തിരിച്ച് വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കി. അത് ദാ ഇപ്പോൾ ഓണായിരിക്കുന്നു. വണ്ടി ഓണാണിപ്പോൾ. പെട്ടെന്ന് പോക്കറ്റിൽ താക്കോൽ തപ്പിയപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കൈയിട്ട് പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അരുണിൻ്റെ വീടിൻ്റെ താക്കോലായിരുന്നു. അപ്പോൾ നേരത്തെ പിടിച്ചതും വീടിൻ്റെ താക്കോൽ തന്നെ ആയിരിക്കും എന്നവൻ കരുതി. പക്ഷേ വണ്ടി അപ്പോൾ ഓഫായിരുന്നതോ ഒന്നും അരുണിന് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവൻ റോഡിൻ്റെ കുഴിയോ കാര്യങ്ങളോ ഒന്നും കാര്യമാക്കാതെ വേഗത്തിൽ തന്നെ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. തൊട്ട് പുറകിൽ വരുന്ന ബൈക്ക് ആ നിമിഷം ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അരുൺ എത്ര വേഗത കൂട്ടിയിട്ടും ആ ബൈക്ക് ഓവർടേക്ക് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പകുതിയും മറികടന്നു കഴിഞ്ഞു. ഇപ്പോൾ അരുണിന് സൈഡിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ബൈക്ക് കാണാം. പക്ഷെ ഭയം കാരണം അരുൺ നോക്കാൻ തയ്യാറായില്ല. ബൈക്ക് അരുണിനെ സാവധാനം ഓവർടേക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ അരുൺ നോക്കുമ്പോൾ അതൊരു ബൈക്കല്ല, അതൊരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ സാവധാനം അരുണിനെ ഓവർടേക്ക് ചെയ്തു പോയി. രണ്ട് ചെറുപ്പക്കാരാണ് അതിലിപ്പോൾ ഉള്ളത്. രണ്ടുപേരും എന്തോ ടീം ജേഴ്സിയാണ് ഇട്ടിരിക്കുന്നത്. അവർ കളിച്ച് ചിരിച്ച് അരുണിനെ ഓവർടേക്ക് ചെയ്യുന്നു. അരുണിൻ്റെ വണ്ടിയുടെ വേഗം നോക്കിയപ്പോൾ അതും പതുക്കെയാണ് പോകുന്നത്. അരുൺ മാക്സിമം സ്പീഡിലാണ് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ വണ്ടി 40-ന് മേളിൽ കയറുന്നില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ ആക്സിഡൻ്റ് ആയ ബൈക്ക് എവിടെ? ഈ സ്കൂട്ടറിലുള്ളവർ എവിടെ നിന്ന് വന്നു? ഒന്നും അരുണിന് മനസ്സിലാവുന്നില്ല. അരുൺ സ്പീഡ് കൂട്ടാൻ നോക്കിയിട്ടും വണ്ടി സ്പീഡ് കിട്ടുന്നില്ല. അരുൺ ആക്സിലറേറ്ററിൽ അമർത്തി ചവിട്ടിക്കൊണ്ടിരുന്നു. എത്ര ചവിട്ടിയിട്ടും വണ്ടി വരെ സ്പീഡ് കൂടുന്നില്ല. അങ്ങനെ അമർത്തി പിടിച്ച് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂടി. അരുൺ സീറ്റിലേക്ക് തിരിച്ചാഞ്ഞു. അരുൺ ആക്സിലേറ്റർ വീണ്ടും അമർത്തി തന്നെ പിടിച്ചു. അപ്പോഴാണ് വേറൊരു കാര്യം അരുണിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എത്ര സ്പീഡിൽ പോയിട്ടും വളരെ സാവധാനം കളിച്ച് ചിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് അരുണിന് എത്താൻ സാധിക്കുന്നില്ല. വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സാവധാനം വളരെ വളരെ സാവധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ അടുത്തേക്ക് എത്താനേ അരുണിന് പറ്റുന്നുമില്ല. അരുൺ വണ്ടി പതിയെ സ്ലോ ആക്കി. സ്കൂട്ടർ മെല്ലെ കണ്ണിൽ നിന്നും ദൂരെ പോയി അപ്രത്യക്ഷമായി. അരുൺ വണ്ടി നിർത്തിയിട്ട് നേരത്തെ എടുത്ത ഫോട്ടോയിലേക്ക് നോക്കി. അതിലപ്പോൾ ഉണ്ടായിരുന്ന പുകമയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അരുൺ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി നിന്നു. നെഞ്ചിനൊക്കെ വല്ലാത്തൊരു ഭാരം തോന്നുന്ന പോലെ അവന് തോന്നി. എന്തൊക്കെയോ ചുറ്റിനും നടക്കുന്നത് പോലെ. ഈ റോഡിലേക്ക് കയറിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആരോ പ്ലാൻ ചെയ്തതുപോലെ അരുണിന് തോന്നി. കുറച്ചു സമയം അരുൺ അങ്ങനെ നിന്നു. ഒന്ന് ശാന്തമായി എന്ന് തോന്നിയപ്പോൾ ഇനി ഈ റോഡ് എത്ര ദൂരം കൂടി ഉണ്ടാവും എന്ന് അരുണൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 350 മീറ്ററെങ്കിലും ഈ റോഡിന് ബാക്കിയുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് കടന്നു കിട്ടണം എന്ന് കരുതി അരുൺ വണ്ടി കയറി വണ്ടി വീണ്ടും മുന്നോട്ടേക്ക് എടുത്തു. ഇനി അങ്ങോട്ട് ഈ റോഡിന് കുറച്ച് വീതിയുണ്ട്. ചുറ്റിനും കാട് പിടിച്ച് കിടക്കുന്നത് കുറച്ച് കുറവുമാണ്. വീതിയുള്ളത് കൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ അവിടേക്ക് പോകാൻ സാധിക്കും. അവിടേക്ക് മെല്ലെ വണ്ടി എത്തി. അപ്പോഴാണ് അരുണിന് ചെറുതായി ഒന്ന് ആശ്വാസമായി തുടങ്ങിയത്. ഇനി 2 വളവുകൾ കൂടി കഴിഞ്ഞാൽ ഈ റോഡ് അവസാനിക്കുകയാണ്. ആദ്യത്തെ വളവെത്തിയപ്പോൾ അരുൺ ഒരു കാഴ്ച കണ്ട് വണ്ടി സ്ലോ ആക്കി. കാരണം കുറച്ച് മുന്നിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ അരുൺ കാണുന്നത് നിലത്ത് കിടക്കുന്ന ആ സ്കൂട്ടറാണ്. നേരത്തെ അരുണിനെ ഓവർടേക്ക് ചെയ്തു പോയ അതേ സ്കൂട്ടർ. അതിൻ്റെ അടുത്തായി ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ആ ചെറുപ്പക്കാരനെ ആണ് അരുൺ നേരത്തെ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുന്നതായി കണ്ടത്. വണ്ടി ഓടിച്ചിരുന്ന ചെറുപ്പക്കാരനാവട്ടെ അവിടെ കാണാനുമില്ല. അരുൺ വണ്ടി നിർത്തി ഇറങ്ങാൻ നേരം ഇതും ഇനി എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് തോന്നിയെങ്കിലും ആണെങ്കിലാവട്ടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒരു ഉത്തരമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി അരുൺ പുറത്തേക്ക് ഇറങ്ങി. മറിഞ്ഞു കിടക്കുന്ന സ്കൂട്ടറിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അരുൺ അടുത്തെത്തി
ചോദിച്ചു, എന്താ പറ്റിയത്? ആ ചെറുപ്പക്കാരൻ തല തിരിച്ച് അരുണിനെ നോക്കി പറഞ്ഞു, ഇന്നലെ ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ മരിച്ചു. വണ്ടി സ്ലിപ്പായി തല ആ കല്ലിൽ ഇടിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ നോക്കുന്ന ഇടത്തേക്ക് അരുണും നോക്കി. അവിടെ ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ട്. അതിൽ ചോരക്കറ തെളിഞ്ഞു കാണാം. അപ്പോൾ നേരത്തെ ഓവർടേക്ക് ചെയ്തു പോയതോ? അരുൺ തിരിഞ്ഞു പോലും നോക്കാതെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തു പോവുകയും ചെയ്തു. അരുൺ റിയർ മിററിലൂടെ പിന്നിലേക്ക് നോക്കിയപ്പോൾ അയാൾ ആ സ്കൂട്ടറിലേക്ക് തന്നെ തല താഴ്ത്തി നിൽക്കുകയാണ്. അരുൺ വേഗത്തിൽ വണ്ടി ഓടിച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ പുറകിലൊന്നും ആരുമില്ല. അപ്പോഴേക്കും വണ്ടി അടുത്ത വളവിലേക്ക് എത്തി. അവൻ സാവധാനം ആ വളവിലേക്ക് തിരിഞ്ഞു. പക്ഷെ അരുൺ പെട്ടെന്ന് അവിടെ വണ്ടി ചവിട്ടി നിർത്തി. മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവൻ ഭീതിയോടെ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. നേരത്തെ കണ്ട അതേ കാഴ്ച. ആ സ്കൂട്ടർ ഇടതുഭാഗത്ത് തന്നെ നിലത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നിൽക്കുന്നതായി കണ്ട ചെറുപ്പക്കാരനല്ല ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂട്ടർ ഓടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അരുൺ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രദ്ധിച്ച അതേ ചെറുപ്പക്കാരൻ. പക്ഷേ നേരത്തെ പോലെ അരുൺ പുറത്തിറങ്ങാൻ നോക്കിയില്ല. അരുൺ വണ്ടി മുന്നോട്ടേക്ക് എടുത്ത് പെട്ടെന്ന് അവിടെ പോകാൻ നോക്കി. പക്ഷെ വണ്ടി അനങ്ങുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വണ്ടി ഓഫായിരിക്കുന്നു. അരുൺ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ താക്കോൽ കാണുന്നില്ല. അരുൺ താഴേക്ക് മുക്ക നോക്കി. അവിടെ ഒന്നും ആ താക്കോലില്ല. അവൻ മെല്ലെ തല പൊക്കി സ്കൂട്ടറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അയാളുടെ കയ്യിലിരിക്കുന്നു അരുണിൻ്റെ വണ്ടിയുടെ താക്കോൽ. അരുൺ കണ്ണുകൾ രണ്ടും അടച്ച് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. അയാളുടെ കയ്യിൽ താക്കോൽ ഇരിക്കുന്ന കണ്ടപ്പോൾ അരുണിനൊരു കാര്യം മനസ്സിലായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി അവന് നടക്കും എന്നുള്ള കാര്യം അരുണിന് ഉറപ്പായിരുന്നു. അവൻ ശ്വാസം കുറേ നേരം വലിച്ചു വിട്ടു. എല്ലാം ഒരു തോന്നലായിരുന്നെങ്കിൽ നേരത്തെ മഞ്ഞ് കൂടിയതും ആ മാവും മതിലും ഒക്കെ കാണാതായതുപോലെ എല്ലാം ഒരു തോന്നലായിരുന്നെങ്കിൽ ഇതും എന്ന് ആഗ്രഹിച്ച് അരുൺ വീണ്ടും കണ്ണു തുറന്നു നോക്കി. അപ്പോൾ അരുൺ കാണുന്നത് അയാൾ അരുണിനെ നോക്കി നിൽക്കുന്നതാണ്. ആ ചെറുപ്പക്കാരൻ സാവധാനം അവൻ്റെ കൈകൾ ഉയർത്തി അരുണിനോട് പുറത്തേക്ക് വരാൻ കാണിച്ചു. അരുൺ ആദ്യമൊന്നും മടിച്ചെങ്കിലും ഇതിനൊരവസാനം കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുന്ന കണ്ടപ്പോൾ അയാൾ വീണ്ടും നോട്ടം ആ സ്കൂട്ടറിലേക്ക് മാറ്റി. അരുൺ കുറച്ച് ദൂരത്തായി അയാളുടെ അടുത്ത് വന്ന് നിന്നു. ഈ വണ്ടി ഒന്ന് തള്ളാൻ സഹായിക്കുമോ എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അരുൺ മടിച്ച് അവിടെ തന്നെ നിന്നു. ആ സ്കൂട്ടറിൽ തൊടുന്ന കാര്യം ആലോചിക്കുമ്പോൾ അരുൺ എന്തോ പോലൊരു പേടിയായിരുന്നു. തിരിച്ചു പോകണമെങ്കിൽ മതി എന്ന് ആ ചെറുപ്പക്കാരൻ വീണ്ടും പറഞ്ഞു. അരുൺ തല തിരിച്ച് അവൻ്റെ വണ്ടിയിലേക്ക് നോക്കി. അത് റോഡിൻ്റെ നടുക്ക് തന്നെ കിടക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ കൂടുതലൊന്നും പറയാതെ സ്കൂട്ടർ മുൻപിലേക്ക് തള്ളാൻ തുടങ്ങി. അരുൺ സ്കൂട്ടറിൽ തൊടാതെ മുന്നോട്ട് നടന്നു. അരുൺ വണ്ടിയിൽ തൊടാത്തത് കണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, പേടിച്ചിട്ടാണോ? പേടിക്കണ്ട, പ്രേതമൊന്നുമല്ല. അരുൺ അത് കേട്ടതും മടിച്ചു വണ്ടിയിൽ പിടിച്ചു. ആ വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേകതരം തണുപ്പ് അരുണിന് തോന്നി. എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് അരുൺ ചോദിച്ചു. ഈ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് എൻ്റെ വീടാണ്, അവിടേക്ക് എന്ന് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു. ഇത് തള്ളാൻ ഞാനെന്തിനാ, നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അരുൺ ചെറുതായി നടന്ന് തളർന്നപ്പോൾ ചോദിച്ചു. ഭയവും ടെൻഷനും എല്ലാം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അരുൺ. ചെറുതായിട്ടൊന്ന് നടന്നപ്പോൾ തന്നെ തളർന്നു പോയി. നിങ്ങൾ കാരണമല്ലേ ഞാനിവിടെ നിൽക്കുന്നത്? അരുണിൻ്റെ ചോദ്യത്തിന് ഒരു വിചിത്രമായ മറുപടിയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. പിന്നെയും കുറേ അവർ വണ്ടി തള്ളി മുന്നോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഈ റോഡ് കഴിയേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ റോഡ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ആയി കാണും. താക്കോൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അരുൺ എപ്പോഴും തിരിച്ചോടിയേനെ. പക്ഷേ അത് അയാളുടെ കയ്യിലാണ്. അരുൺ ചോദിച്ചു, എൻ്റെ താക്കോൽ അതെങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നത്? അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ? അരുൺ കുറച്ച് ദേഷ്യത്തിൽ വീണ്ടും ചോദിച്ചു. അയാൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അരുൺ തളർന്ന് ഒന്ന് നിന്നു. ശ്വാസം വലിച്ചു വിട്ട് തിരിഞ്ഞു നോക്കി.
അരുണിൻ്റെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ കുറേ നടന്നു കഴിഞ്ഞു എന്ന് അരുണിന് മനസ്സിലായി. ഇനി ഓടിയാലും അവിടേക്ക് തിരിച്ചെത്താൻ കുറേ സമയമെടുക്കും എന്ന് അരുൺ അറിയാമായിരുന്നു. അരുൺ തള്ളാനായി വീണ്ടും സ്കൂട്ടറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. ഒരു സ്കൂട്ടറുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനുമില്ല. അതുമാത്രവുമല്ല, അരുൺ ഇപ്പോൾ നിൽക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്താണ്. കൊടും കാട് പോലെ തോന്നിക്കുന്നൊരു സ്ഥലം. ആ റോഡിനെയൊക്കെ മെല്ലെ കാട് വന്ന് മൂടുന്നത് പോലെ. ടാറിട്ടിരുന്ന പോലത്തെ റോഡായിരുന്നത് മെല്ലെ അത് മണ്ണ് കൊണ്ടുള്ള റോഡായി. മൊത്തത്തിൽ ഒരു കാടായി മാറിയ സ്ഥലം കണ്ണടച്ച് തുറക്കുന്നത് കൊണ്ട്. ഭയന്ന് വിറച്ചു പോയാലും തിരിഞ്ഞു പോലും നോക്കാതെ അവൻ്റെ വണ്ടിയുടെ ഭാഗത്തേക്ക് ഓടി. പക്ഷെ കുറേ ഓടിയെങ്കിലും അവൻ എവിടേക്കും എത്തിയില്ല. ഏത് സ്ഥലമാണെന്ന് പോലും അരുണിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ചില ഭാഗങ്ങളൊക്കെ അരുൺ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ റോഡിന് സാമ്യത ഉള്ളതുപോലെ അരുണിന് തോന്നി. അരുൺ വീണ്ടും നിർത്താതെ ഓടി. കുറേ ഓടി തളർന്നപ്പോൾ അവനൊന്ന് നിന്നു. ചുറ്റിനും ഒന്ന് കണ്ണോടിച്ച് നോക്കി. അവന് ഇപ്പോൾ ആ സ്ഥലം തീരെ മനസ്സിലാവുന്നില്ല. ഓടി തളർന്നിരുന്ന അരുൺ ഇനി ഓടാൻ വയ്യാതെ മുന്നിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. 2 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിൽ എന്തോ തട്ടിയതുപോലെ അവന് തോന്നി. അവൻ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ഭയങ്കര ഇരുട്ടാണ് അവിടെ. അവൻ പോക്കറ്റിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്ത് മെല്ലെ താഴേക്ക് കാണിച്ചു നോക്കി. അരുൺ പെട്ടെന്ന് ചാടി മാറി നിലത്തേക്ക് വീണു. അത് നേരത്തെ കണ്ട ചെറുപ്പക്കാരൻ്റെ തലയായിരുന്നു. അരുൺ ചാടി എഴുന്നേറ്റ് തിരിച്ചോടാൻ നോക്കി. ഓടാൻ നോക്കിയപ്പോൾ അരുൺ എന്തിലോ തട്ടി പുറകിലേക്ക് ആഞ്ഞു. അരുൺ ആ ലൈറ്റർ കൊണ്ടത് എന്താണെന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ വളവിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടു. ഭയം അരുണിൻ്റെ മുടിനാര് വരെ അഴിഞ്ഞു. പക്ഷേ അരുൺ ഭയന്ന് നിന്നിട്ട് കാര്യമില്ല. എല്ലാ ദേഷ്യവും മനസ്സിലും കൈയിലേക്കും മാറ്റി ആ കൈ കൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് ഇടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അരുണിൻ്റെ കൈ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അരുൺ ഇടിക്കാൻ ശ്രമിക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ ആ കൈ തടയാനോ ഒന്നും ശ്രമിച്ചില്ല. വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ശാന്തത ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തുണ്ടായിരുന്നു. മുഖത്തൂടെ കടന്നുപോയ അരുണിൻ്റെ കൈ നേരെ എവിടെയോ തന്നിടിച്ചു. അരുണിൻ്റെ കൈ നന്നായി വേദനിച്ചു. അരുൺ അതെന്താണെന്ന് നോക്കിയപ്പോൾ അരുണിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ അവിടെ കാടുമല്ല, ഒന്നുമല്ല. അരുൺ വണ്ടി എവിടെയാണോ നിർത്തിയത് അവിടെ ഇപ്പോൾ അരുൺ തിരിച്ചു നിൽക്കുന്നു. കൈ തളർന്നു പോകുന്ന പോലത്തെ വേദന അരുൺ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. നല്ല ശക്തിയിലാണ് അരുണിൻ്റെ കൈ നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിടിച്ചത്. അരുൺ മെല്ലെ നടന്ന് വണ്ടിയുടെ അകത്തേക്ക് നോക്കി. താക്കോൽ കീഹോളിൽ തന്നെ ഇപ്പോൾ കാണാനുണ്ട്. ഫ്രണ്ടിൽ ആ സ്കൂട്ടറൊന്നും കാണുന്നുമില്ല. അരുൺ ചാടി വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി സ്പീഡിൽ മുന്നോട്ടെടുത്തു. വണ്ടി കുഴിയിലൂടെയും കല്ലിലൂടെയും ഒക്കെ ചാടി വേഗത്തിൽ മുന്നോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് അരുണിൻ്റെ വണ്ടിയുടെ 2 ലൈറ്റും ഫ്യൂസായി. ഇപ്പോൾ മുന്നിൽ ഇരുട്ടല്ലാതെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആദ്യം വണ്ടി ഒന്ന് സ്ലോ ആക്കിയെങ്കിലും പിന്നീട് അരുൺ വീണ്ടും സ്പീഡിൽ മുന്നോട്ടെടുത്തു. വണ്ടി കുഴിയിലൂടെയും കല്ലിലൂടെയും ഒക്കെ ചാടി വേഗത്തിൽ മുന്നോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് അരുണിൻ്റെ വണ്ടിയുടെ 2 ലൈറ്റും ഫ്യൂസായി. ഇരുട്ട് മാത്രം കാണാൻ പറ്റുന്ന അവസ്ഥ. അരുൺ വണ്ടി ആദ്യം ഒന്ന് സ്ലോ ആക്കിയെങ്കിലും വീണ്ടും സ്പീഡിൽ തന്നെ മുന്നോട്ടെടുത്തു. വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ 2 കണ്ണും മിഴിച്ച് മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് ദൂരെയായി അപ്പോൾ അവന് സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ തുടങ്ങി. അപ്പോൾ അരുണിന് മനസ്സിലായി ഈ റോഡ് കഴിയാറായി എന്ന്. അരുൺ വീണ്ടും വേഗത കൂട്ടി. വണ്ടി മെയിൻ റോഡിലേക്കുള്ള തിരിയാനുള്ള വളവ് അരുൺ കണ്ടു. വണ്ടി അവൻ പെട്ടെന്ന് തന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചു. അരുൺ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അവൻ മുന്നിലെ കാഴ്ച കണ്ട് ആകെ തളർന്നു പോയി. അവൻ നേരത്തെ വന്ന റോഡിലേക്ക് വീണ്ടും കയറിയിരിക്കുന്നു. വണ്ടിയുടെ ലൈറ്റ് ഇപ്പോൾ തിരിച്ചു വന്നു. അതിൽ അവൻ നേരത്തെ കണ്ട കട്ടിമഞ്ഞും ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എല്ലാം ആദ്യം മുതൽ തുടങ്ങിയതുപോലെ അരുണിന് തോന്നി. അരുൺ ആകെ വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാമായി. അവൻ തല തിരിച്ച് പുറകിലേക്ക് നോക്കി. പുറകിലേക്ക് നോക്കിയപ്പോഴും അവൻ ഞെട്ടി. കാരണം അവൻ മുന്നിൽ കാണുന്ന അതേ കാഴ്ച പുറകിൽ കാണുന്നു. മുന്നിലും പിന്നിലും ആ റോഡ് തുടങ്ങുന്ന ഒരേ വഴി. ദേഷ്യം സഹിക്കാൻ വയ്യാതെ
അരുൺ വണ്ടി സ്പീഡിൽ മുന്നിലേക്ക് എടുത്തു. പെട്ടെന്ന് അരുണിൻ്റെ മുന്നിലേക്ക് നേരത്തെ കണ്ട ആ സ്കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. അവർ നേരത്തെ അരുണിനെ ഓവർടേക്ക് ചെയ്തു പോയപ്പോൾ എങ്ങനെ കളിച്ച് തിരിച്ചു പോയോ അതേപോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അരുണിൻ്റെ ദേഷ്യം അവരെ കണ്ടതും രണ്ടിരട്ടിയായി. അവൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി. വണ്ടി പാഞ്ഞ് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് എത്തി. സ്കൂട്ടറിനെ ഇടിക്കാൻ നിമിഷം നിൽക്കെ നേരെ പൊക്കോണ്ടിരുന്ന സ്കൂട്ടർ അരുണിൻ്റെ നേരെ ഒരൊറ്റ സെക്കൻഡോട്ട് തിരിഞ്ഞു. ഇപ്പോൾ സ്കൂട്ടർ അരുണിനെ ഫേസ് ചെയ്ത് വരുവാണ്. അരുൺ സ്കൂട്ടർ ഓടിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി. നേരത്തെ കണ്ട അതേ ശാന്തത, പേടിപ്പെടുത്തുന്ന ശാന്തത അയാളുടെ മുഖത്ത് അതേപോലെ തന്നെ ഉണ്ട്. സ്കൂട്ടറിലേക്ക് അരുണിൻ്റെ കാർ ഇടിച്ചു കയറിയതും അരുണിൻ്റെ കണ്ണിൽ ഒരു വെള്ള പ്രകാശം വന്നടിച്ചു. പ്രകാശം വന്ന് അടിച്ചതും അരുൺ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അവനിപ്പോൾ അവൻ്റെ സോഫയിലാണ്, വീട്ടിൽ. അരുൺ മെല്ലെ എഴുന്നേറ്റിരുന്നു. ആ ലൈറ്റ് അടിച്ചു കഴിഞ്ഞതും അവൻ്റെ മുന്നിലേക്ക് ഒരു കാഴ്ച തെളിഞ്ഞു വന്നു. അവൻ ചുറ്റിനും നോക്കി. ഇപ്പോൾ അവൻ അവൻ്റെ വീട്ടിലാണ്, അവൻ്റെ സോഫയിൽ കിടക്കുന്നു. അരുൺ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഇത്രയും നേരം അവൻ കണ്ടത് മുഴുവൻ ഒരു സ്വപ്നമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ അരുണിനെന്തോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. കാരണം അത്ര വ്യക്തവും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ അവൻ്റെ ദേഹം മൊത്തം വിയർത്ത് കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവൻ നേരിട്ടറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങൾ. അതെങ്ങനെ സ്വപ്നമാവും എന്നവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവനിപ്പോൾ അവൻ്റെ വീട്ടിലാണ്. അരുൺ നേരത്തെ വണ്ടിയിൽ തട്ടി വേദനിച്ച കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ ആ കൈക്ക് വേദനയോ ഒരു പ്രശ്നമോ ഇല്ല. എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്ന് അരുൺ ആലോചിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സ്വപ്നമാണ് എന്നുള്ള കാര്യം അവന് വിശ്വസിക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അരുൺ അവിടെ പെട്ടുപോയി എന്നോർത്ത് അവന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവനവിടെ പെട്ടുപോയിട്ടില്ല എന്ന് അരുണ് മനസ്സിലായി. അപ്പോൾ ഒരു സമാധാനവും തോന്നി. അരുൺ സമയം നോക്കി. രാവിലെ 7:10. അരുൺ പെട്ടെന്ന് എഴുന്നേറ്റ് വണ്ടിയുടെ താക്കോലെടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. വണ്ടിയെടുത്ത് നേരെ ആ റോഡിൻ്റെ ഭാഗത്തേക്ക് പോയി. അത് സ്വപ്നമല്ല, അത് സത്യമാണ് എന്ന് 100% വിശ്വസിച്ചുകൊണ്ട് തന്നെ അവൻ റോഡിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി. രാവിലെ ആയിരുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള ധൈര്യം അരുണുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നടന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാവും എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. കാർ ആ മതിലും മാവും താമരക്കുളവുമുള്ള സ്ഥലത്തെത്തി. അവൻ കാർ നിർത്തി ചുറ്റും നോക്കി. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അരുൺ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. അവനെ ബൈക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങിയ ആ സ്ഥലത്തെത്തി. അവിടം തൊട്ട് വളരെ പതുക്കെ ചുറ്റിനും വീക്ഷിച്ചാണ് അവൻ വണ്ടി ഓടിച്ചത്. അവിടം തൊട്ട് ആ ബൈക്ക് വീണു എന്ന് അരുണിന് തോന്നുന്ന സ്ഥലം വരെ. ബൈക്ക് വീണ ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി പുറത്തിറങ്ങി പരിശോധിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടം തൊട്ട് അരുൺ വളരെ പതുക്കെ ചുറ്റിനും കണ്ണോടിച്ച് ആണ് വണ്ടി ഓടിച്ചത്. അവിടം തൊട്ട് ആ ബൈക്ക് വീണ് എന്നവൻ കരുതുന്ന സ്ഥലം വരെ. ബൈക്ക് വീണ സ്ഥലത്തെത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി പുറത്തിറങ്ങി. ആ ബൈക്ക് വീണ ഭാഗം മൊത്തം പരിശോധിച്ച് നോക്കി. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈക്ക് നിലത്ത് കഴിഞ്ഞ പാടോ ഒന്നും കാണാനില്ല. അവൻ ആരെങ്കിലും അവിടെ ചവിട്ടി പുല്ലരച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ അവിടെ കാൽപ്പാടുകളോ അരഞ്ഞു കിടക്കുന്ന പുല്ലോ ഒന്നുമില്ല. അവൻ ഇന്നലെ അനുഭവിച്ച കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാത്തതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അവനിപ്പോൾ ശരിക്കും സംശയവും പേടിയും ഒക്കെ ആയി തുടങ്ങി. ഇനി അവന് എന്തെങ്കിലും മാനസിക അസുഖമാണോ എന്ന് വരെ ചിന്തിച്ചു. കാരണം അത് സ്വപ്നമായിരുന്നു എന്ന് അരുൺ വിശ്വസിക്കുന്നേയില്ല. അരുൺ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ ആദ്യം സ്കൂട്ടർ വീണ് കിടക്കുന്നതായി കണ്ട സ്ഥലത്തേക്ക് എത്തി. ഇറങ്ങി നോക്കിയപ്പോൾ അവിടെയും വേറെ ഒന്നുമില്ല. അരുൺ വണ്ടിയിൽ കയറി പെട്ടെന്ന് രണ്ടാമത് സ്കൂട്ടർ കണ്ട അവിടേക്ക് പോയി. അവിടെ എത്തി ഇറങ്ങി പരിശോധിച്ചു. അവിടെയും ഒന്നുമില്ല. അരുൺ അവിടെ കുറേ നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. സ്കൂട്ടർ റോഡിൻ്റെ ഇടതുഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവൻ ഇടതുഭാഗം പരിശോധിച്ച് വലതുഭാഗവും പരിശോധിച്ച് നോക്കി. ഒന്നും ഉണ്ടായിരുന്നില്ല. അരുൺ സത്യത്തിൽ ഇപ്പോൾ പരിഭ്രാന്തനാവാൻ തുടങ്ങിയിട്ടുണ്ട്.
അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇടത് ഭാഗത്ത് ഒന്നും കൂടെ നോക്കി. ഒന്നുമില്ല. പക്ഷേ അവൻ്റെ ഇടം കണ്ണിലൂടെ അവനൊരു കാഴ്ച കണ്ടു. കണ്ട കാഴ്ചയിലേക്ക് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു കടയുണ്ട്. ഇപ്പോൾ ഒത്തിരി പഴക്കം തോന്നിക്കുന്ന ഒരു കട. അവിടെ കുറേ പേരിരുന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ ഒരു കട അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവനറിയാം. ചേട്ടാ, ഈ വണ്ടി ഒന്ന് തള്ളാൻ സഹായിക്കുമോ എന്ന് അരുണിൻ്റെ തൊട്ട് പുറകിൽ നിന്നും ഇന്നലെ സ്വപ്നത്തിൽ കേട്ട അതേ ശബ്ദത്തിൽ ആരോ ചോദിച്ചു. അരുൺ നിന്നു വിറച്ചു. അവൻ്റെ ദേഹം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി. അവൻ മെല്ലെ തിരിഞ്ഞു. അപ്പോൾ ദാ ആ സ്കൂട്ടർ അവിടെ കിടപ്പുണ്ട്. തൊട്ടടുത്തായി 2 ചെറുപ്പക്കാരിൽ ഒരുവനും അരുണിനെ നോക്കി ആ സ്കൂട്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ മെല്ലെ സ്കൂട്ടർ എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. ഒരു സഹായം ചോദിച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ, അല്ലേ ഭ്രാന്താ എന്ന് പുറകിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാരുടെ ശബ്ദം. അരുൺ ഞെട്ടിത്തിരിഞ്ഞു. നോക്കിയപ്പോൾ ആ ചായക്കടയിലുണ്ടായിരുന്ന മുഴുവൻ പേരും അവൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നുണ്ട്. അരുൺ പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്നും ഓടി വണ്ടിയുടെ അടുത്തേക്ക് ഓടി. ആ ചെറുപ്പക്കാരൻ സ്കൂട്ടർ എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. അരുൺ അവനെ തന്നെ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കുകയാണ്. ഒരു സഹായം ചോദിച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലടാ ഭ്രാന്ത. പുറകിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരുടെ ശബ്ദം. അരുൺ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചായക്കടക്കാർ മൊത്തം അവൻ്റെ തൊട്ടു മുന്നിൽ. ആ ചായക്കടയിലുണ്ടായിരുന്ന എല്ലാവരും. അവിടെ അങ്ങനൊരു ചായക്കട ഇപ്പോൾ കാണാനുമില്ല. അരുൺ പെട്ടെന്ന് അവരുടെ ഇടയിൽ കൂടെ അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി. അവർ പുറകെ തന്നെ ഓടി വരുന്നുമുണ്ട്. അരുൺ വണ്ടിയുടെ അടുത്തെത്തിയതും അരുണിൻ്റെ തലയ്ക്ക് ആരോ ശക്തിയായി ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. അരുൺ തെറിച്ച് താഴേക്ക് വീണു. അരുൺ കണ്ണു തുറന്ന് ചെയ്ത ആളെ നോക്കിയപ്പോൾ ഇന്നലെ അരുണിനെ ബൈക്കിൽ ഫോളോ ചെയ്ത ആ കറുത്ത രൂപം. അയാൾ അരുണിൻ്റെ മുഖത്തേക്ക് വീണ്ടും ആ കമ്പി ആഞ്ഞു വീശി അടിക്കുകയും ചെയ്തു. വീണ്ടും വീശി അടിക്കാൻ പോയപ്പോഴേക്കും അരുൺ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ ശ്വാസം വലിച്ചു വിട്ട് മുഖത്തെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചു കളഞ്ഞു. നേരത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴുള്ള പേടിയോ പരിഭ്രാന്തിയോ ഒന്നും അവനപ്പോൾ ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് അവൻ്റെ ഫോൺ എടുത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുപുറത്ത് ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്തു. അവൻ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ, വീണ്ടും ഞാൻ സ്വപ്നം കണ്ടു. നേരത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഉണ്ടായിരുന്ന പരിഭ്രാന്തിയോ പേടിയോ ഒന്നും അപ്പോൾ അവനില്ല. അവൻ തൊട്ടടുത്തിരുന്ന് അവൻ്റെ ഫോൺ എടുത്ത് ഡോക്ടർ സെബാസ്റ്റ്യൻ എന്നൊരു നമ്പറിലേക്ക് വിളിച്ചു. മറുപുറത്ത് ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഡോക്ടർ, വീണ്ടും സ്വപ്നം കണ്ടു കാണും അല്ലേ? അവൻ പറഞ്ഞു, അതെ. എൻ്റെ പൊന്നു മഹേഷേ, ഞാൻ പറഞ്ഞതല്ലേ, there's nothing to panic about. അസുഖം മുഴുവനായും ഭേദമാവുന്നതുവരെയും ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. വെറുതെ ഓർത്തങ്ങ് ചെയ്ത് ഇല്ലാത്ത പ്രശ്നമാക്കല്ലേ താൻ. അതല്ല ഡോക്ടർ, ഇന്നത്തെ സ്വപ്നം ഭയങ്കര ലോങ് ആയിരുന്നു. ഭയങ്കര ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു ഈ സ്വപ്നത്തിന്. ഞാൻ ഏതോ ഒരു അരുണായിരുന്നു ഈ സ്വപ്നത്തിൽ. എനിക്ക് 40-ലേറെ വയസ്സുണ്ടെന്നും കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടെന്നും ഒക്കെയാണ് കണ്ടത്. അയാളുടെ ജീവിത ഇഷ്ടങ്ങൾ വരെ വ്യക്തമായി ആ സ്വപ്നത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അയാൾ ഇഷ്ടമുള്ള ഏതോ റോഡും കുറേ പ്രേതങ്ങളും എല്ലാം കൂടി. ഞാൻ എന്തായാലും തെറാപ്പിക്ക് പോകുന്നില്ലേ? അതല്ല ഡോക്ടർ, ഇന്നത്തെ സ്വപ്നം ഭയങ്കര ലോങ് ആയിരുന്നു. ഞാൻ ഏതോ ഒരു അരുണായിരുന്നു ഈ സ്വപ്നത്തിൽ. എനിക്ക് 40-ലേറെ വയസ്സുണ്ടെന്നും കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്നും ഒക്കെയാണ് കണ്ടത്. അയാളുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ വരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു സ്വപ്നത്തിൽ. ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നതുപോലെ. എനിക്ക് ആ സ്വപ്നത്തിൽ അയാൾ ഞാനായിരുന്നു എന്ന് വ്യക്തമായി തോന്നുന്നത് പോലെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അയാൾ ഇഷ്ടമുള്ള ഏതോ റോഡും കുറേ പ്രേതങ്ങളും എല്ലാം കൂടി മനസ്സിൽ ഭ്രാന്തായിപ്പോയി. താൻ എന്തായാലും ഒന്ന് തെറാപ്പിക്ക് പോകുന്നില്ലേ? അപ്പോൾ അവിടെയുള്ള എല്ലാവരോടും ഒന്ന് സംസാരിക്കുക. മനസ്സിന് അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ശരി ഡോക്ടർ. എടോ, ഈ കഥയൊക്കെ ഒന്ന് എഴുതി വെച്ചോ. ചിലപ്പോൾ ഒരു ഫുൾ സിനിമ ഉണ്ടാക്കാനുള്ള സ്കോപ്പുണ്ട്. ചളി അടിക്കാതെ ഒന്ന് പോയേ ഡോക്ടറെ. മഹേഷ് അത്രയും പറഞ്ഞ് ഫോൺ വെച്ചു. ഇത്രയും നേരം
നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ അവൻ്റെ മഹേഷിൻ്റെ രോഗം മൂലം ആണെന്ന് നമ്മളും അവനും ഒരുമിച്ച് മനസ്സിലാകുന്നു. മഹേഷ് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് ആരോ ബെല്ലടിക്കുന്നത്. മഹേഷ് അവിടേക്ക് നടന്നു. ഡോറ് തുറന്ന് അത് ഒരു ഡെലിവറി ബോയ് ആയിരുന്നു. മഹേഷ് പാർസൽ വാങ്ങി ക്യാഷ് പേ ചെയ്ത് അകത്തേക്ക് കയറിപ്പോയി. ഡോറടച്ചു. ഡെലിവറി ബോയ് ബൈക്ക് എടുത്ത് പോവുകയും ചെയ്തു. ഒരു 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ആ ഡെലിവറി ബോയ് കടന്നു പോയ വഴിയെ ഒരു സ്കൂട്ടർ നിലത്ത് കിടക്കുന്നുണ്ട്. മഹേഷിൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ സ്കൂട്ടർ. അതിൻ്റെ ബോഡിയിൽ ഒരു പേരും കാണാനുണ്ട്, അരുൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മിസ്റ്റേക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കാണുന്നവരാരെങ്കിലും കമൻ്റ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.